എടുത്ത് ഓടുവാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഗുണ്ടായസ് ഉണ്ട് ഇവിടെ. ഇതൊരു ടെമ്പിൾ ആണ് കേട്ടോ. ഇത് കണ്ടോ, നിർത്താൻ പോകുന്നില്ല. അവസ്ഥ കണ്ടോ നിങ്ങള്, എല്ലാവരും കുത്തിയിടിച്ച് കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. 3 ദിവസമായിട്ട് ഞാനിപ്പോൾ മൃദുൽ സാറിൻ്റെ കൂടെയാണുള്ളത്. സാറ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ മറക്കാൻ പോകത്തില്ല. ഒരുപാട് പേര് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൗസർഫറായിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായാലും മൂപ്പറെ അറിയായിരിക്കും നിങ്ങൾക്ക്. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 പേരും പോവാണ് കേട്ടോ. മൂപ്പർ ഇന്ന് ഡൽഹിയിലേക്ക് പോവാണ്. എനിക്ക് ഒരുപാട് അഡ്വൈസ് ഒക്കെ തന്നു. ഒരുപാട് പേരെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ കുറേയൊക്കെ യാത്ര നടത്തിയിട്ടുള്ള ഒരാളുമാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ബേലാപ്പൂരിൽ നിന്ന് ചേംബൂറിലേക്ക് ട്രെയിൻ എടുത്തിട്ടുള്ളത്. മൃദുൽ സാറും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നല്ലപോലെ ക്രൗഡഡാണ് കേട്ടോ ട്രെയിന്. ബേലാപ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ഞങ്ങൾക്ക് മിസ്സായി. അത് ഇത്ര ക്രൗഡഡ് ആയിരിക്കില്ലായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. പക്ഷേ ട്രെയിൻ നല്ല ചീപ്പാണ് കേട്ടോ. ഇവിടുന്ന് ചേംബൂറിലേക്ക് 15 രൂപയേ ഉള്ളൂ. ചേംബൂറിലെത്തി. ഞാൻ അംദാനെ വിളിച്ചിരുന്നു. അംദാനെ ഉറങ്ങുമാറ്റം ചെയ്യുന്നു. ഇതിൽ ഫോൺ എടുത്തിട്ടില്ല. ഇതാണ് ട്രെയിൻ കേട്ടോ. നല്ലപോലെ ക്രൗഡഡ് ആണ് കേട്ടോ. മൃദുൽ സാർ എയർപോർട്ടിലേക്ക് പോവാണ്. ഇവിടെ ട്രെയിനിൻ്റെ ഉള്ളിലല്ല ടിക്കറ്റ് ചെക്കിങ് ഉണ്ടാവും, ട്രെയിനിൻ്റെ പുറത്താണ് കേട്ടോ. ഇപ്പോൾ കാലിക്കറ്റിൽ നിന്ന് മിഥുൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അയാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന ഒരുപാട് മലയാളി കുട്ടികളുണ്ട്. അവരെയും കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പത്രങ്ങളാണിതെല്ലാം, മാസികയും പത്രങ്ങളൊക്കെ. ചിലപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് വരെ മുംബൈ സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയാൽ, സൂറത്ത് സൈഡിലേക്ക് പോയാൽ, രാജസ്ഥാനിലൊക്കെ പോയാൽ ക്രിസ്മസ് ആഘോഷം വളരെ കുറവായിരിക്കും. ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ പോകേണ്ടി വരും. ഇനി കുറഞ്ഞ ദിവസം കൊണ്ട് ഡൽഹിയിൽ എത്താൻ പറ്റുമോയെന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം മുംബൈയിൽ തന്നെ സ്റ്റേ ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ. പിന്നെ ഉന്ത് വണ്ടിയിലാണ് അധികം ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഇവിടെ വെക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇവിടുന്ന് ഒരാളെ കണ്ടതാണ്, എം വിഷാദ്. എം വിഷാദിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേ കേട്ടോ. ഓക്കെ, ഇവിടെ റോഡ് മുറിച്ച് കിടക്കുന്നത് ഭയങ്കര കോമഡിയാണ് കേട്ടോ. SBIയുടെ മൊബൈൽ CDM ആണ്. നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഇത് കൊള്ളാമല്ലോ. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നത് ഇത് ക്യാ ഭയ്യ ഭഗവാൻ ഇനി കുറച്ച് സമയം പാർക്കിൽ ചിലവഴിക്കാമെന്ന് വിചാരിക്കണം. 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഞാനിപ്പോൾ അവിടത്തേക്ക് പോകാൻ കേട്ടോ, അവരെ മീറ്റ് ചെയ്യാൻ. പുതിയൊരു മെട്രോ ലൈന് ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം എത്തിയിട്ടോ. ഇവിടെ എവിടെയോ ആണ്, സൈഡിൽ എവിടെയോ ആണ് അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഞങ്ങൾ ജസ്റ്റ് ചായ പിടിക്കാൻ വന്നേ കേട്ടോ. ഇതാണ് മിഥുൻ ഫ്രം കാലിക്കറ്റ്. ഇതാണ് എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത്. ബജി പാവാണ് കേട്ടോ ഇത്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ പൊരിച്ചിട്ട് ബന്നിനുള്ളിൽ വെച്ചത്. മൂസ കൊണ്ടുവരുന്നുണ്ടോ. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ജസ്റ്റ് അരിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഞങ്ങൾ ഇന്ന് അവിടെ തന്നെ കുക്ക് ചെയ്യാനാണ് പ്ലാൻ. നമ്മൾ മുട്ട വാങ്ങാൻ വന്നത് കേട്ടോ. ഇവിടെ മുട്ട കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നമ്മളിവിടെ നല്ല കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ അച്ചാറ്, മുട്ട ചിക്കിയത്. ഇതിന് ഡൽഹിയിലേക്ക് പോവാണ്. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ സൈഡിലേക്ക് പോകണം. ഏകദേശം ഒരു 2 കിലോമീറ്റർ എനിക്ക് നടക്കാനുണ്ട് ഗോവാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇനി ടൗണിലേക്ക് ഇറങ്ങിയിട്ടു. ഇതുണ്ട്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ്. ഈ മാർക്കറ്റ് ഏരിയ ആണ് മൊത്തം കേട്ടോ. തോന്നുന്നത് ഇതൊക്കെ വൈകുന്നേരം സമയത്തായിരിക്കും നല്ലപോലെ ആക്റ്റീവ് ആയിരിക്കുക. ഇപ്പോൾ എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടോ. ഇതൊരു ടെമ്പിളാണ് കേട്ടോ. ഇത് കണ്ടോ, ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്യണം. ഇവിടെ റോഡ് ക്രോസ് ചെയ്യണ വണ്ടി നിൽക്കുന്ന സംഭവമൊന്നുമില്ല, നമ്മളങ്ങ് നടന്ന് പോവുകയാണ്. എന്തോ ഒരുത്തിന് നിർത്താൻ പോകുന്നില്ല. മൈ ഗോഡ്
പിന്നെ ഗോവാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കേണ്ടെന്ന് നോക്കട്ടെ. ഫാസ്റ്റ് സ്കാൻ ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നിന്ന് 10 രൂപയായിട്ടുള്ളൂ കേട്ടോ ശിവാജി ടെർമിനലിലേക്ക്. ടിക്കറ്റ് കിട്ടി. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ഒരു ട്രെയിന് പോയിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ട്രെയിൻ എപ്പോഴെന്ന് അറിയത്തില്ല, എന്നാലും വെയിറ്റ് ചെയ്യാം. ട്രെയിൻ വന്നു കേട്ടോ. അധികം ക്രൗഡൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഭാഗ്യം. ഇത് ഫാസ്റ്റ് ട്രെയിൻ ആണെന്ന് തോന്നുട്ടോ. നല്ല സ്പീഡിലാണ് പോകുന്നത്. നേരത്തെ ഈ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ചേംബൂർ ഛത്രപതി ശിവാജി ടെർമിനൽ. ഇവിടെ നമ്മൾ 2 ദിവസം മുന്നേ വന്നിരുന്നെന്ന് തോന്നുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഈ ഷൂ പോളിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ അധികം ആളിങ്ങനെ വീഡിയോ എടുക്കാണ് കേട്ടോ. എന്തിനാന്നല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഷെയർ ടാക്സിയാണ്. ഇതിനകത്ത് ഫുൾ ആൾ നിറച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഫ്ലോറ ഫൗണ്ടെയിൻ കാണാൻ പോവാണ്. ഐറ്റം ഉണ്ട്, മറ്റേ ഇലക്ട്രോണിക്സ് ഐറ്റം, ഡ്രസ്സ്, തൊപ്പി, നിങ്ങൾക്ക് എന്താ വേണ്ടത് എല്ലാം ഇവിടെ കിട്ടും. അതും ചീപ്പ് പ്രൈസിന് നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതൊക്കെ കണ്ടോ, നല്ല കൊത്തുപണിയൊക്കെ ആയിട്ട് നല്ല പഴക്കമുള്ള വേറെ രസമുള്ള ബിൽഡിംഗ് ആണ്. ഇതാണ് ഫ്ലോറ ഫൗണ്ടെയിൻ. എനിക്ക് തോന്നുന്നത് ഇതാ ആ സിംഹത്തിനെ കാണുന്നില്ലേ, ആ സിംഹത്തിന്റെ വായിൽ നിന്നൊക്കെ വെള്ളം വീഴേണ്ടതാണ്. നല്ല രസമുണ്ടാവും കാണാൻ. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ ടൂറിസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഏരിയ മൊത്തം പെയിന്റിങ്സ് ആണ് കേട്ടോ. ഇവരെന്നെ വരച്ചിട്ട് വെക്കുകയാണ്. ഇങ്ങനെ ഫോട്ടോ കൊടുത്ത് അവരത് നോക്കി വരച്ച് നമുക്ക് തരും. പോലീസിന്റെ ബൈക്ക് കേട്ടോ. നമ്മളിപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി നല്ല പോലെ തിരക്കുണ്ടല്ലോ. ഇവിടെ നല്ല പോലെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ അകത്ത് കയറ്റി വിടുള്ളൂ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇവിടെ ഒരുപാട് പേരിങ്ങനെ എഫേഴ്സായിട്ട് ഒരുപാട് പേരുണ്ടോ, നമുക്ക് ഫോട്ടോ എടുത്ത് തരും. ഇതാണ് കേട്ടോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല പോലെ ക്രൗഡഡ് ആണ്. ഇത് നോക്കിയേ, ഇസ്ലാമിക് മോഡലിൽ നിർമ്മിച്ച ഒരു മോണുമെന്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ വരുന്ന എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ് കണ്ടോ. വാവ്, ഇവിടെ നമുക്ക് ബോട്ട് റൈഡ് അവൈലബിൾ ആണ്. നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കണ്ടു, ഇവിടെ മൊത്തം പ്രാവാണ്. പ്രാവിന് ഭക്ഷണം കൊടുക്കാം. ഈ ഒരു ബിൽഡിംഗ് ആണ് മുംബൈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഈ ബിൽഡിംഗ് ആണ് കേട്ടോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മളിപ്പോൾ ഉള്ളത് ദലാൽ സ്ട്രീറ്റിലാണ് കേട്ടോ. ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണിച്ച മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു കവർ വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, മൊബൈൽ ഷോപ്പുള്ള മാർക്കറ്റാണ് കേട്ടോ. എനിക്കെന്തായാലും ഒരു അഡാപ്റ്റർ വാങ്ങാനുണ്ട്, ചാർജർ അഡാപ്റ്റർ. ഞാനൊരു ചാർജർ വാങ്ങിയിട്ട് 350 രൂപയാണ് വന്നത്. എടുത്ത് ഓടുവാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഗുണ്ടായ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല, എല്ലാം എടുത്ത് പോയിക്കൊള്ളണം, അല്ലെങ്കിൽ എല്ലാം എടുത്ത് വലിച്ച് ചാടും. അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ചിട്ട് വേഗം വേഗം കെട്ടിപ്പോകുന്നുണ്ടോ. ടിക്കറ്റ് കിട്ടി കേട്ടോ. ഇനി ട്രെയിനിലേക്ക് പോട്ടെ. നല്ലപോലെ തിരക്കുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിന്. ഈവനിങ് ടൈം നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പം തന്നെ ഫുള്ളായല്ലോ. ഇവിടുന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. ഇവിടെ അധികം പേരും ബാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കുക, കാരണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. മോനെ ഒടുക്കത്തെ തിരക്കേനു കേട്ടോ. എങ്ങനെയല്ലോ ഇറങ്ങിയതാണ്. അവസ്ഥ കണ്ടോ നിങ്ങൾ, എല്ലാവരും കുത്തിയിടിച്ച് കാര്യമാണ്. ഒന്ന് തിരിയാൻ പോലും സ്ഥലമില്ല കണ്ടോ. എൻ്റെ മോനെ മാർക്കറ്റ് സൈഡിൽ കൂടെ നടക്കുകയാണ്. ഒരു 2 കിലോമീറ്റർ ഉണ്ട് എനിക്ക് ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്താൻ. ഒരു അമ്പലത്തിൽ നടക്കുന്ന കല്യാണ പരിപാടിയാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നതാണ്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ്. ജസ്റ്റ് കല്യാണ പരിപാടി കണ്ടാലും ജസ്റ്റ് ഒന്ന് കാര്യം നോക്കിയതാണ് കേട്ടോ.
Epitum mi anurak